ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ സോക്കർ ലാൻഡ് കട്ട്സ്. അപ്പോൾ നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് ഓഫ്കോഴ്സ് എല്ലാവർക്കും അറിയുന്ന പോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ടോട്ടനാം. പ്രീമിയർ ലീഗിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ 6th മാച്ചായിരുന്നു. എല്ലാ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകരും വളരെ ആകാംക്ഷയോടെ കാത്തുനിന്ന ഒരു മാച്ച്. പക്ഷേ എല്ലാ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർക്കും ഒരു പേടി സ്വപ്നമായി മാറിയ ഒരു മാച്ച്. 44-ാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസിനിട്ട് റെഡ് കാർഡ് കൊണ്ട് മാത്രമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോറ്റെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ടോട്ടനം ഈ മാച്ചിൽ അത്രയും നല്ലൊരു കളിയാണ് കളിച്ചത്. ഫസ്റ്റ് ഒരു 30 മിനിറ്റ്സ് തന്നെ അവരുടെ അട്ടർ ഡൊമിനേഷനായിരുന്നു കണ്ടത്. റൈറ്റ് സൈഡിൽ നിന്ന് ബ്രണ്ണൻ ജോൺസണും ലെഫ്റ്റ് സൈഡിൽ നിന്ന് ടിമോ വെർണറും നല്ല അറ്റാക്ക് തന്നെയാണ് നടത്തിയത്. പിന്നെ അവരുടെ മിഡ്ഫീൽഡ് മാന്ത്രികൻ ജെയിംസ് മാഡിസൺ വളരെ മനോഹരമായിട്ട് തന്നെ കളി മെനയുകയും ചെയ്തു. അവരൊരു വെൽ ഡിസേർവ്ഡ് വിക്ടറി തന്നെയാണ്. അതുകൂടാതെ അവരുടെ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ റെഡ് കാർഡ് സഹായിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ടോട്ടനാമിൻ്റെ ഡിഫൻഡേഴ്സിൻ്റെ ഒരു പെർഫോമൻസും കൂടിയാണ്. അവർ വളരെ നന്നായിട്ട് തന്നെയാണ് ഡിഫെൻഡ് ചെയ്ത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സെക്കൻഡ് ഹാഫിൽ കുറച്ച് ചാൻസുകൾ കിട്ടിയെങ്കിൽ പോലും ശരിയാണ്, ഇടയിൽ ചില സമയങ്ങളിലൊക്കെ പഴയ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു മിന്നായം പോലത്തെ കളികളൊക്കെ നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസ് ഇല്ലെങ്കിൽ കൂടെ നമ്മുടെ ഗാർനച്ചോയിനെയും ഡാലോട്ടിൻ്റെയും കുറച്ചൊരു ലിങ്കഡ് പ്ലേനൊക്കെ കുറച്ച് നന്നായി വന്നിരുന്നു. പക്ഷേ സ്റ്റിൽ അതൊന്നും മതിയായിരുന്നില്ല. പിന്നെ റാഷ്ഫോർഡിനെ പറ്റി എടുത്ത് പറയുകയാണെങ്കിൽ പറയാനൊന്നും തന്നെ ഇല്ല. വളരെ വീക്കിൽ നിന്ന് വീക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ റാഷ്ഫോർഡ്. അവരിനി എത്ര കാലം കൂടി റാഷ്ഫോർഡിനെ ഫ്രണ്ടിൽ കളിപ്പിക്കുന്ന പറയാനും പറ്റില്ല. അഹമ്മദ് ദിയാലോന് കുറച്ചും കൂടി സമയം കൊടുക്കായിരുന്നു തോന്നുന്നു. പക്ഷേ സ്റ്റിൽ വലിയ പ്രയോജനമുണ്ട് തോന്നുന്നില്ല. കാസമീറോയ്ക്കും ഇന്ന് വലിയ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങിയെങ്കിൽ പോലും ചില ഒരു മാസ്റ്റർ പ്ലേയുടെ ഒരു മിന്നായങ്ങളൊക്കെ കാണിച്ചെങ്കിൽ കൂടെ ഒന്നും സഫീഷ്യൻ്റ് ആയിട്ടുള്ളതൊന്നും ആയിരുന്നില്ല. ടോട്ടനം വളരെ നന്നായി തന്നെ കളിച്ചു, ഇൻക്ലൂഡിങ് അവരുടെ ഗോൾ കീപ്പർ ആൻഡ് അവരുടെ കോച്ചിൻ്റെ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. മിഡ്ഫീൽഡിൽ കൂടെ ബോൾ ഒഴുക്കാതെ ബ്രൂണോ ഫെർണാണ്ടസിന് ബോൾ കട്ട് ചെയ്തിട്ട് തന്നെയാണ് അവർ ഫസ്റ്റ് തൊട്ടേ കളിച്ചത്. പക്ഷേ ജെയിംസ് മാഡിസന് ഇഷ്ടം പോലെ ഏക്കർ കണക്കിന് സ്ഥലം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡേഴ്സ് അനുവദിക്കുകയും ചെയ്തു. ബ്രൂണോ കയറിയതിന് ശേഷം മേസൺ മൗണ്ടിനെ ഇറക്കി കുറച്ചും കൂടി സെൻറ്റർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കളി കളിപ്പിക്കാമെന്ന് വിചാരിച്ചെങ്കിൽ കൂടെ വളരെ പതറ്റിക് ഫോമിൽ തന്നെയാണ് മേസൺ മൗണ്ട് ഉള്ളത്. കിട്ടുന്ന സെറ്റപ്പ് പ്ലാനുകൾ, നമ്മുടെ ഫ്രീ കിക്കുകൾ, കോർണറുകൾ എല്ലാം വളരെ മോശം തന്നെ. ക്രിസ്റ്റ്യൻ എറിക്സൺ ആയാലും മേസൺ മൗണ്ട് ആയാലും എടുത്തതെല്ലാം വളരെ മോശമായിട്ട് തന്നെയാണ്. അതിലൊന്നും യാതൊരു വിധത്തിലുള്ള എക്സ്ക്യൂസുകളും ഇല്ല. ബിൽഡപ്പ് പ്ലേയിൽ കൂടെ ഗോളുകൾ അടിക്കാൻ പറ്റുന്നെങ്കിൽ കൂടെ ഇങ്ങനത്തെ കിട്ടുന്ന സെറ്റ് പീസുകളെങ്കിലും അറ്റ്ലീസ്റ്റ് മുതലാക്കാനുള്ളൊരു കഴിവ് കുറച്ചും കൂടി ഒരു പ്രാവീണ്യം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ 3-0 എന്നുള്ളൊരു പത്തറ്റിക് റിസൾട്ടിൽ നിന്ന് ചിലപ്പോൾ ഒരു 2-1 അല്ലെങ്കിൽ ഒരു 3-1 എന്നുള്ളൊരു ലെവലിലെങ്കിലും എത്താമായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനുണ്ടായിരുന്ന ആകെ ഒരു പോസിറ്റീവ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഗാർനച്ചോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തെങ്കിലും ഒരു കളിയോ എന്തെങ്കിലും ഒരു പോസിറ്റീവ് സൈഡോ ഉണ്ടെങ്കിൽ അത് ഗാർനച്ചോൻ്റെ സൈഡിൽ മാത്രമായിരുന്നു. വേറെ ആരും തന്നെ പ്രതീക്ഷിക്കത്ത് ഉയർന്നില്ല, പ്രതീക്ഷിക്കത്ത് കളിച്ചില്ല. ഡിഫൻസൊക്കെ ഒരുപാട് നന്നായി കളിച്ചു. കാരണം അവർക്ക് ടോട്ടനാമിന് ഒരുപാട് നല്ല നല്ല ചാൻസുകൾ കിട്ടിയെങ്കിൽ കൂടെ അവർ ഡിഫൻസ് കുറച്ച് നന്നായി കളിച്ചു. പക്ഷേ സഫീഷ്യൻ്റ് ഇല്ലായിരുന്നു. ആൻഡ്രെ ഒനാന നന്നായിട്ട് 2-3 നല്ല കിടിലൻ സേവുകൾ നടത്തിയിരുന്നു. അതൊരിക്കലും മോശമൊന്നും ഞാൻ പറയുന്നില്ല, വളരെ നന്നായിട്ട് തന്നെ കളിച്ചു. പക്ഷേ സ്റ്റിൽ അതൊന്നും പോരായിരുന്നു. ഈവൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ നമ്മൾ ഈ ബിഗ് 6 നിന്ന് ഒഴിവാക്കേണ്ട സമയമായി, ആ ഒരു കോൺവെർസേഷനെ ഒഴിവാക്കേണ്ട സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ടെൻ ഹാഗിൻ്റെ ഭാവി എന്തായിരിക്കുന്നു കണ്ടു തന്നെ അറിയാം. ഇതൊന്നും അത്ര വലുതായിട്ടൊന്നും ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ ലെറ്റ്സ് ഹോപ്പ് എല്ലാം ശരിയാവുന്നു. ആസ് എ ഡൈ ഹാർഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ, ഇറ്റ് വാസ് എ വെരി ഡിസപ്പോയിൻറ്റിംഗ് നൈറ്റ്. ഓക്കെ, ബൈ ഗൈസ്.